ഗണപതി ദേവശാഖിതം ചുവട്ടിലാനന്ദനം ആടും ഗണപതിയെ ആടും ഗണപതിയെ ദേവശാഖിതം ചുവട്ടിലാനന്ദനം ആടും ഗണപതിയെ വിശ്വമാകുന്ന തുമ്പിതൻ തുമ്പിൽ വിശ്വമാമോദരത്തയമ്മാനാടും ഗണപതിയെ ഗണപതിയെ ഗണപതിയെ. എടുത്തുക, പിടിച്ചോണ്ട് വരിക ആശ്രീകരത്തെ. തീണ്ട ജാതി, നിനക്ക് അത്രയ്ക്ക് അഹന്തയോ? നല്ല ജനം ചിങ്ങമാസത്തിലെ ചതയ അസാധാരണ ഏതിലും എവിടെയുണ്ട്. ഇതൊരു ദിവ്യജനം. സമയവും അതാണല്ലോ പറയുന്നത്. എൻ്റെ മനസ്സ് പറയുന്നത്. കുഞ്ഞിനിടാൻ മനസ്സിൽ ഏതെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? നാരായണൻ. ഇതൊരു യുഗവിത്. നക്ഷത്രങ്ങൾ പറയുന്നു, ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആദരവുകൾ നിറഞ്ഞ ഈ മനുഷ്യരാശിക്ക് ഇവനൊരു പുതു വെളിച്ചമാണ്. അതെ, കണ്ണു നിറഞ്ഞ് കാണുക, കാതു നിറഞ്ഞ് കേൾക്കുക. നാരായണൻ. രക്ഷിതാക്കളുടെ ദർശനം യാഥാർത്ഥ്യമാണ്. നാവിന് സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. തികഞ്ഞ ഭക്തനായി പക്ഷിമൃഗാദികളുടെ ഉത്തമ തോഴനായി സമാനത്തിൽ നിറഞ്ഞ മനസ്സുമായി 1000 കോടി പ്രഭയുടെ കിരണങ്ങൾ നാവിൽ തെളിഞ്ഞു വന്നു. ലോകം നാം ഭക്തനെന്ന് വിളിച്ചു. ഇങ്ങനൊരു ഭക്തി ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം കാര്യം കൂടി നോക്കാൻ. ഭക്തിയും പ്രാർത്ഥനയും അല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. ഭക്ഷണത്തോടുമില്ല ഒരു മമത. ഉറക്കം പോലും ക്ഷേത്രത്തിൽ. നാമുവിനെ വിവാഹം കഴിപ്പിച്ചാലും ചിലപ്പോൾ വീട്ടുകാരെല്ലാം ശ്രദ്ധയായി തുടങ്ങും. ആരെങ്കിലും മനസ്സിലുണ്ടോ അമ്മേ? 5 ടൈമുള്ള കുടുംബിയുടെ മകൾ പാർവതിയുടെ പുത്രി കാളിയാണ് ആലോചിക്കുന്നത്. കുഞ്ഞിരാമനോട് പറഞ്ഞു മാമനെ അറിയിക്കും. അണ്ണൻ സമ്മതിക്കുമോ? നാട്ടുനടപ്പനുസരിച്ച് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. വരൻ്റെ സഹോദരി പോയി ഉടവ കൊടുത്താലും മതി. നാമനെ കൊണ്ട് പിന്നെ സമ്മതിക്കില്ല. എപ്പോഴായാലും നാണൂനൊരു തുട വേണം. എല്ലാം അവിടുന്ന് തീരുമാനിക്കുന്ന പോലെ. ശുഭശകുനം നോക്കി നിശ്ചയം കുറിക്കാൻ പുറപ്പെട്ടാലും. ശരി, അങ്ങനെയാണ്. നാം വിസമ്മതമൊന്നും കാണിച്ചില്ല. സഹോദരന്മാർ പുറവ് നൽകി താലി കെട്ടി കാളിക്കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടി. ഞാൻ തേടി നടന്ന നാം വീട്ടിൽ വന്നില്ല. കാളിക്കുട്ടി ആശയോടെ നാമിനെ ഒന്ന് കാണാൻ പാർവതി ദേവിയെ പോലെ കാത്തിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം നാം വീട്ടിലെത്തി. എവിടെയായിരുന്നു കുട്ടിയായാലും വീട്ടിൽ വന്നിട്ട്? ഞാനും തേടിയുള്ള യാത്രയിലായിരുന്നു. പാവം ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു കാണും?
ആരും ഒരു തെറ്റും ചെയ്തില്ല. കുറ്റക്കാരൻ ഞാൻ. ക്ഷമ ചോദിക്കാൻ അമ്മേ ഞാൻ വന്നത്. ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് കരുതി. പക്ഷേ എനിക്ക് കാലിക്കുട്ടിയോട് സംസാരിക്കണമെന്ന് തോന്നി. ശരി, നിങ്ങൾ സംസാരിക്കൂ. മനസ്സ് തുറന്ന് സംസാരിക്കൂ. കാളിക്കുട്ടി വളരെ ഏറെ സങ്കടത്തിലാണ്. ഞാൻ ക്ഷമ പറയാനും യാത്ര പറയാനും വേണ്ടി മാത്രം വന്നതാണ്. അങ്ങ് എന്താണ് പറയുന്നത്? എന്നെ കൈവിടുകയാണോ വീണ്ടും? കാലിക്കുട്ടി, നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ തമ്മിലുള്ളത് ആത്മബന്ധമാണ്. ആത്മാവിനെ കൈവിടാനാവും? നമ്മുടെ രണ്ടുപേരുടെയും ജന്മോദ്ദേശം വേറെയാണ്. എൻ്റെ പല ശരികൾ ലോകത്തിന് മുമ്പ് തെറ്റായിരിക്കും. എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അണ്ണാ, അണ്ണാ, പോവരുതേ. എന്നെ വിട്ട് പോവരുതേ. എന്നെ കൂടി കൊണ്ടുപോകൂ. നാണുണ്ണ, ഒരു നിഴൽ പോലെ. എങ്കിൽ കൂടെ വന്നു. ശരീരത്തിൻ്റെ അല്ല, ആത്മാവിൻ്റെ നിഴൽ പോലെ. നാണുണ്ണ, നാണുണ്ണ. പാത്രം അത് പിന്നെ മരുത്താമലയിലേക്ക് ഒരു ആത്മാന്വേഷണ യാത്ര. ലക്ഷ്യം യോഗം. ഈ വാക്കുകൾക്ക് മുകളിലാണ് അന്വേഷണം. പാതകൾ ചാലിച്ചെടുത്ത് എല്ലാം നടന്നു കണ്ടു. നാടും കാടും മലകൾ പുഴകൾ പ്രകൃതിയുടെ വർണ്ണജാലങ്ങൾ കണ്ടു. ഒടുവിലെത്തി ഹിമവാന്റെ ഗിരിശൃംഗമായ മരുത്താമലയിൽ. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് തുടങ്ങുന്ന പർവ്വതശൃംഗം അഗതിയ മുനിപ്പെരുമാളുടെ ആവാസസ്ഥാനം. മാണിക്യന്മാർ സിദ്ധന്മാർ തപസ് ചെയ്ത് സായുജ്യമടഞ്ഞ ഇടം മരുത്താമല. 1000 വർഷങ്ങളായി കണ്ണീരിൽ മുങ്ങി മരിച്ച ഏഴുകളുടെ രക്ഷകനും കാലത്തെയും ചരിത്രത്തെയും മാറ്റി മറിക്കാനുള്ള ആദ്യ യോഗിയായ പശുപതിയുടെ ഇച്ഛയാണ്. 1000 സൂര്യ തേജസ്സായി ഗുരുവെന്ന് എല്ലാവരും ഉണ്ടല്ലോ. ആകെ ഒരു മേളമാണല്ലോ. സ്വാമിയെ കാണാനും എതിരെടുക്കാനുമായി വന്നതാണ്. എന്താ കാര്യം? നാടാകെ ഇളകിയിരിക്കുന്നു. ദൈവദർശനം ലഭിച്ച സിദ്ധൻ ഞങ്ങൾക്ക് കടവും മതി. ഞാൻ വെറും മനുഷ്യൻ, ഈശ്വരനെ അന്വേഷിച്ചിറങ്ങിയ സാറ്. പുലിയും പാമ്പും കാവൽ നിന്ന് അങ്ങ് വെറും മനുഷ്യനോ സ്വാമി? അങ്ങയുടെ പേരും പെരുമയും എമ്പാടും പരന്നിരിക്കുന്നു സ്വാമി. അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം, അനുഗ്രഹിക്കണം സ്വാമി. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒറ്റയ്ക്ക് നടത്താനാണ് നമുക്ക് ആഗ്രഹം. ആരെ നിരാശപ്പെടുത്തുന്നത് നമുക്കിഷ്ടമല്ല. നിങ്ങൾ പോയിക്കോളൂ, നാം പിന്നാലെ. തീണ്ടാട്ടം തീണ്ടിയ പ്രകടനമാണ്. പൊതുവഴി നടന്നുകൂടാ. എന്തൊരു ദുരിതമാണിത്. മേൽജാതിക്കാരെ ബഹുമാനിക്കുക. സ്ത്രീകൾ മാറി നിന്നും വസ്ത്രമാറ്റണം. ഇത് കാണുന്ന ഒരു ദൈവമില്ലേ? ജാതി അടിസ്ഥാനത്തിലാണ് ശിക്ഷ വരും. അടിയങ്ങൾക്ക് തൊഴാൻ പോലും മറ്റൊരു ദൈവമില്ല. മാടൻ, മരുത, ഇഷ്ടി എന്നീ ദുർദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വരുന്ന തീണ്ടാട്ടം കേട്ടാൽ ദൂരെ ഓടി ഒളിക്കണം. താഴ്ന്ന ജാതിക്കാർക്ക് ആരും അക്ഷരവും പാടില്ല. കാട്ടുപുല്ലിന്റെ വില പോലുമില്ല ഞങ്ങളുടെ മാനത്തിന്. നീർജാതിക്കാർക്ക് വായിക്കാൻ വേദം, അടിയങ്ങൾക്ക് വേദന. ഓരോ ജാതിക്കാർക്ക് ഓരോ അകലം. ദൈവങ്ങളോട് അതിനേക്കാളല്ല. ഇതിനൊരു അന്ത്യമില്ലേ? എല്ലാത്തിനുമുണ്ട് അരുതിയും പൊരുതിയും. അതിനാദ്യം മനസ്സിലാക്കുന്നു. അടിയങ്ങൾ എന്താണ് സ്വാമി ചെയ്തത്? ആദ്യം അറിയണം, പിന്നെ അറിയിക്കണം. നിങ്ങൾ ഒന്നാവണം, ഒന്നിച്ചു നിൽക്കണം. മൺതരിയുടെ ബലം മലയുടെ ബലമായി മാറും. മനസ്സും പറസും കൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്. ഒരേ കുടുംബത്തിൻ്റെ സന്തതികൾ. നിങ്ങൾക്കെല്ലാവർക്കും ഒരേപോലെ തൊഴാൻ ഒരു ദൈവമുണ്ടാവും. തീണ്ടലും തൊടിയും ഇല്ലാത്തൊരു ദൈവം. ശിവരാത്രി നാളെ വരെ കാത്തിരിക്കുക നമ്മുടെ ശിവനെ. ഓം നമഃ ശിവായ. കഴിഞ്ഞു വന്ന നാം ലോകരോട് ഇപ്രകാരം അരുൾ ചെയ്തു.
ഞാനെന്ന അവസ്ഥ നശിക്കണം. കാണുന്നതിലൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങൾ കൂടിയതാണ് ഇനം. പരമാത്മാവിൽ തന്നെ ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതാണ് താനിനം. പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന അവസ്ഥയിൽ ഉള്ളിൽ ഗുരു ഉണരും എന്ന് എല്ലാവരെയും പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ച നാമിനെ ഗുരുവെന്നും സ്വാമിയെന്നും വിശേഷിപ്പിച്ചു. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കരയിടും ഈ കണ്ണിൽ പുലരി വന്നിടുമോ? ഏഴടി മണ്ണിൽ പാലം വച്ചിടുമോ? എൻ മനസ്സിൽ ചുരുങ്ങിയുടെ മറ്റും ദുരിതം ഇന്നും വിധിയെ കൂട്ടിയേ നീയല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ, വാഴേ വീണ്ടും നീ തന്നല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ, വാഴേ വീണ്ടും നീ തന്നല്ലോ. ശിവാലയമാണ്. അരുവികളെല്ലാം ഗംഗയാണ്, ശിലകളെല്ലാം ശിവൻ. അടിയങ്ങൾക്ക് ഇവിടെ തൊഴാമോ ജാമി? എന്താ സംശയം? ഇത് ലോകത്തിനും കാലത്തിനും ചരിത്രത്തിനും മാതൃകയാണ്. ഇവിടെ സാഹോദര്യത്തിൻ്റെ പഞ്ചാക്ഷരി കുറിക്കണം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും മിശ്രവിവാഹം എന്നിങ്ങനെ പല വിഷയങ്ങളെപ്പറ്റിയുള്ള അറിവും ജാതി ഭേദമില്ലാതെ നൽകി. ഗുരു നടത്തിയ ആദ്യത്തെ മിശ്രവിവാഹത്തിൽ ഉണ്ടായ കുഞ്ഞിന് ശാരദ എന്ന പേര് നൽകി. അവിടെ ശാരദ മരം നടത്തി. മനസ്സിലെ അന്ധകാരം തുടച്ചു നീക്കി അറിവിൻ്റെ വെളിച്ചം നൽകിയ ഗുരുവിൽ ദൈവത്തെ കണ്ടു. മഹാഗുരുവിനെ ലോകം പോകെ ഗുരുദൈവമെന്ന് വിളിച്ചു. മുന്നിലേക്ക് വരും, നാളെ മുന്നേറേണ്ട ആളാണ്. വലിയ ഭക്തനാണ്, സംസ്കൃതവും പഠിച്ചിട്ടുണ്ട്, കവിതയും. അതൊരു നല്ല വാസനയാണ്. ഞാനെഴുതിയ കവിതയാണ്. കൈയക്ഷരം കൊള്ളാം, കവിത ഉണ്ട്. പക്ഷേ കുമാരപദ്യങ്ങൾ എഴുതരുത്. കവിത തെന്നിപ്പോകുന്ന പായന കുമാരന് മനസ്സിലായെന്ന് കരുതുന്നു. ഭാവനയുടെ ചിന്തയുടെ സാമ്രാജ്യം വിശാലമാണ്. ചിന്തകളിൽ ദേവിയെ പൂജിക്കും, ദേവി കടാക്ഷി. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. കുമാരൻ നമ്മളോടൊപ്പം വരുന്നു. വരുന്നു സ്വാമി, ഞാനും വരുന്നു. വീട്ടിൽ ചോദിച്ചു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സ്വാമി, മനസ്സിലും ശിരസിലും ഉണ്ട്. കവിതയുടെ വഴി മുന്നിൽ കാണുന്നതിലെല്ലാം കവിതയും കേൾക്കുന്നതിലെല്ലാം സംഗീതം. കവിത ദൈവതത്വമാണ്. ഗുരു മാർഗനിർദ്ദേശം തെളിച്ചു കൊടുത്തു. ജനങ്ങൾ കുമാരന്റെ കവിതകൾ ഏറ്റുവാങ്ങി. കുമാരനാശൻ എന്നും ചിന്നസ്വാമി എന്നും വിളിച്ചു. കുമാരനെ ഗുരു കുമാരൻ എന്നും സ്നേഹത്തോടെ സംബോധന ചെയ്തു. അതിനെ പലപ്പോഴും വന്നു വിദ്യാഭ്യാസത്തിൽ പറഞ്ഞു. എന്താ പലപ്പോഴും ഒരു വിഷമം മനസ്സാകെ നീളുന്നുണ്ടല്ലോ. ഞാനൊരു നിമിഷം കലിതം ചിന്തിച്ചു പോയി സ്വാമി.
ശത്രുവിന്റെ ചിഹ്നം എപ്പോഴും വലിയ പടയാണല്ലോ. പടയൊക്കെ ഉണ്ട്, പക്ഷെ പോർക്കളം തെളിയുന്നില്ല. ഭാരതം മുഴുവനും സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇവിടെ സഹജീവികളെ കുടുംബമായി കാണുന്നു. അവരെ ചവിട്ടിയായിരിക്കില്ലേ? സ്വാമിക്ക് അറിയാമല്ലോ അവസ്ഥ. ബിസിനസ് പരീക്ഷ പാസ്സായി ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? 10 തെങ്ങ് കൂടുതൽ ശ്രദ്ധിക്കാവുന്നില്ല. ഹൈസ്കൂൾ ഗവൺമെന്റ് കഴിഞ്ഞതുകൊണ്ട് ഒരു ജോലി കിട്ടി. മലയാളി മെമ്മറി എന്ന പേര് ഒരു സംഘടന ഹർജി നായകർക്കൊപ്പം ഞാനും ഒപ്പിട്ട് വീടിലേക്ക് അയച്ചു. അതിൻ്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. ഈഴോമണ്ണുകൾ പുറകെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള അവർന്നവർ നീ എല്ലാം ഉണർന്നത്. നീ ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മുടെ ഇച്ഛാശക്തിയും അവകാശബോധവും ഉത്തേജിപ്പിക്കണം. വാക്കിലും കർമ്മത്തിലും സദാ ലാഭയാണ്. അതാണ് ഡോക്ടറിന്റെ ശൈലി. എന്റെ മനസ്സിലും എപ്പോഴും കിടക്കുന്ന വഴികൾ കഴിയുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുവിൻ നിങ്ങളെ തന്നെ. കൊള്ളാം. ഇതുപോലെ നീറിപ്പിടിച്ച് ആളി കത്തിക്കുന്ന കവിതകളാണ് നാടിന് ആവശ്യം. പക്ഷെ അതിനൊരു പ്രസ്ഥാനം വേണം. സ്വാമി സ്ഥാപിച്ച മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടു. കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അതിൽ രോക്ഷം കൊണ്ടു. നമ്മോടൊപ്പം നിന്ന് ഐക്യത്തിനും അനാചാരത്തിനുമെതിരെ പൊരുതാനും പറഞ്ഞു അല്ലേ? പഴനായകൻ നമുക്കൊപ്പം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഭയം? നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് സഫലമാണ്. അതിനുള്ള സമയം ഒരുങ്ങി വരുന്നു. തയ്യാറാവുക, സംഘടിക്കുവിൻ, ശക്തരാവുക. ഈ പ്രകൃതിയും ജനങ്ങളും സാക്ഷ്യമായി നമുക്ക് തുടങ്ങും മധുരമായ ഒരു ചരിത്ര നിമിഷം. കുമാരൻ, സ്വാമിയുടെ തിരുമുന്നിൽ സ്വാമി പ്രതിഷ്ഠിച്ച ക്ഷേത്രവും മാന്യനും സാക്ഷിയായി പിന്നെ തുടങ്ങി. അരിപ്പുറം ക്ഷേത്ര യോഗത്തെ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയാക്കി കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ യോഗം മന്ത്രിയനായ അരിപ്പുറം മഠത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി ഉത്പാദനങ്ങളുടെ നിർമ്മലമായ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു. ഇതിന്റെ അധ്യക്ഷതയും ആ മഹാനുഭാനിയിൽ തന്നെ സമർപ്പിതമായിരിക്കുന്നു. തിരുവനന്തപുരം കമലാലയം ബംഗ്ലാവിൽ ക്ഷണിക്കപ്പെട്ടവരുടെയും ഡോക്ടർ പ്രഭു എം ഗോവിന്ദൻ തുടങ്ങിയ പ്രധാനിമാരുടെയും ശ്രമഫലമായി രൂപീകരിക്കപ്പെട്ടതാണ് ഈ സംഘടന. ഒരു ലോകത്തിന് നൽകിയ സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. മനുഷ്യനെ കാണാൻ ആഗ്രഹിച്ചതേ ദൈവത്തോളം ഉയർത്തി. ഇപ്പോൾ ഈടവർ പുലയരെ വല്ലാതെ ദ്രോഹിക്കുന്നു. ഇപ്പോൾ ചില ഈരവർ പുലയരെ കാണുമ്പോൾ ബ്രാഹ്മണരുടെ ഭാവമാണ്. പുലയ സമുദായത്തിന് ശക്തമായ ഒരു നേതൃത്വം വേണം. അത് അയ്യങ്കാളിൽ തന്നെ ഏറ്റെടുക്കണം. നാം തയ്യാറാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന നമ്മുടെ ഉപദേശം സ്വജനങ്ങൾ തന്നെ മറന്നതായി തോന്നുന്നു. അവരെ എല്ലാവരും അറിയിക്കണം. അവരുടെ അറിവുകേട് മാറ്റണം. അയ്യങ്കാളിക്ക് അത് സാധിക്കും. സാക്ഷാത് കാളിയുടെ ആലുകയോ കരുതോ ഉണ്ടാവും. ഈ യുദ്ധത്തിൽ ചതുരംഗ സേനയും ഉണ്ടാവും. ഐക്യത്തിനും അനാചാരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ അയ്യങ്കാളി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ്. പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ നടക്കും. അതിനുള്ള പുറപ്പാട് നടക്കുന്നുണ്ട് സ്വാമി. സ്വാമിയുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും ഉണ്ടാകും. ഒരേ ലക്ഷ്യത്തിലേക്ക് 2 ദിശയിലൂടെ ആരോപണം നടത്തുകയാണ് നമ്മൾ. നാം സദാ അയ്യങ്കാളിക്കൊപ്പമുണ്ട് എന്ന് കരുതിക്കോളൂ. നാളത്തെ സമ്മേളനത്തിൽ ഒരു പാടില്ല. നാം ഉണ്ടാവും. തലയിൽ വട്ടക്കെട്ട് കെട്ടിയ സിംഹം ഇവന്റെ കരുത്തിന് കാടും നാടും വിറപ്പിക്കും. ശത്രുക്കൾക്കിനി ഉറക്കമുണ്ടാകും. കൊല്ലുപോലെ അവകാശമായുള്ളവർ അവർണവർ അവകാശം അപഹരിച്ചിരിക്കുന്നു. മേലാളന്മാരുടെ പെണ്ണുകൾ കൂടിയ തുണിയുള്ള റൗക്കയിലുമ്പോൾ നമ്മുടെ കിടാത്തിമാർ
ഒരു കഷ്ണം കൂറ കൊണ്ടെങ്കിലും മാറി മറിക്കാൻ സമ്മതിച്ചു. ഇട്ടാ കീറിക്കളയുന്നു. കീറാൻ വരുന്നവന്റെ കൈ വെട്ടണം. അരിവാൾ കൈക്കൊണ്ട് തന്നാ പോരാ, വെട്ടണം. നമുക്ക് കൂട്ടായി ഒരു തീരുമാനമെടുക്കണം. അല്ലാതെ ശ്രീനാരായണ ഗുരു അരുൾ ചെയ്ത പോലെ നമ്മൾ സംഘം ചേരണം. നമ്മുടെ പിള്ളേരെ പഠിക്കാൻ വിടണം. തട്ടുതട്ടായി തിരിച്ചവരെയെല്ലാം ഒരുമിപ്പിക്കണം. നമുക്ക് പിറക്കാൻ പോകുന്ന കിടാങ്ങളെങ്കിലും സ്വതന്ത്രരായി ജീവിക്കട്ടെ. മൂത്ത പിള്ളയ്ക്കൊപ്പം എല്ലാവരും ഉണ്ട് എന്നൊക്കെ കൽപ്പിച്ചാൽ മതി. ഇരുട്ടകറ്റാൻ ഈശ്വരൻ നമുക്കൊരു തേജോഗോളം തന്നിട്ടുണ്ട്. നമുക്ക് ഒരുമയോടെ നാടെങ്കിലും ആ വെളിച്ചം പകർത്തണം. ഇനി നിങ്ങൾ കാത്തിരുന്ന് മഹാഗുരുവിന്റെ മൊഴികൾ കേൾക്കാം. നിങ്ങളത് മനഃപ്പാടമാക്കണം. ആത്മസഹോദരങ്ങൾ, കാളി നമുക്ക് പ്രിയപ്പെട്ട ആത്മസുഹൃത്ത്. മനുഷ്യരൊക്കെ ഒരു ജാതി. അത് ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. ചിലർക്ക് പഠിപ്പും മാനവും ശുചിയും കൂടുതൽ ആയിരിക്കും. മറ്റു ചിലർക്ക് അത് കുറവായിരിക്കും. എല്ലാവരും ഒരേ നിറമല്ല. ഈ മാതിരിയുള്ള വ്യത്യാസങ്ങൾ അല്ലാതെ മനുഷ്യർക്ക് ജാതി വ്യത്യാസമില്ല. ധനവും വിദ്യയും ഇല്ലാത്ത കുറവ് ഏറെയുണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ടാവും. ഗുരുസ്വാമി പള്ളിക്കൂടുതൽ വന്ന് വിലക്കല്ലേ? അതിനാണല്ലോ കാളിയും സംഘവും രാപ്പകൽ എത്തിക്കുന്നത്. അവരുണ്ടായാൽ ധനവും ശുചിയും എല്ലാം ഉണ്ടാവും. നമുക്ക് പണമില്ലല്ലോ സ്വാമി. നിങ്ങൾക്ക് പണമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളെല്ലാം പണമാണല്ലോ. അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നേ ഉള്ളൂ. ദിവസേന ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം മദ്യപാനം ചെയ്ത് പാഴാക്കരുത്. മദ്യം വിഷമാണ്. അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ആ പണം ഒരു പൊതു ഭണ്ഡാരത്തിലിട്ട് കൂട്ടണം. മാസം തോറും നിങ്ങളൊരു സഭ കൂട്ടണം. വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമാക്കണം. അനാഥ ജന്മങ്ങളല്ല നയിക്കാൻ സിംഹരാജനായ കാളിയുള്ളപ്പോൾ നിങ്ങൾ എന്തിനു ഭയക്കണം? തല്ലാൻ വരുന്ന കൈ അറിവുകൊണ്ട് തടയണം. അടിമാക്കാൻ വരുന്നവരെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ കൊണ്ട് തുരത്തണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഗുരുവചനങ്ങൾ ഏറ്റുകൊണ്ട് എല്ലാവരും പാലിക്കണം. പിന്നീട് ഗുരു സിലോണിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ഗുരു സന്യാസം സ്വീകരിച്ചു. കാവ്യ വസ്ത്രവും ധരിച്ചു. അവിടെയുള്ള ഭക്തന്മാർക്ക് ഗുരു ഇനി വൈദിക മതത്തിലേക്ക് മടങ്ങണം. അതിന് സമയമായി. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുവില്ലറിവും പ്രകാശമാകും. അറിവറിയുന്നവനും രണ്ടു ഒരു കുരുളാമതില്ല വാദവീരും. സങ്കല്പാത്മകമായ പ്രപഞ്ചബോധത്തെ കഴിഞ്ഞാൽ അതോടെ ഞാനെന്ന ജീവബോധം ഇല്ലാതാണ്. ഞാനെന്ന ജീവബോധത്തിൽ ഇടപെട്ട പ്രപഞ്ചബോധവും ഇല്ലാതാവും. രണ്ടും സ്വയം പ്രകാശിക്കുന്ന ശുദ്ധബോധത്തിൽ ഏകീഭവിക്കും. ഹലോ